അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1370. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, ഖദിമൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സമയം, ഫറഅൽ യഹൂദ, ജൂതന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. തസൂമു യൗമ ആശൂറ, ആശൂറ ദിവസം നോമ്പനുഷ്ഠിക്കുന്നതായിട്ട് കണ്ടു. ഫഖാല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ഹാദാ, ഇതെന്താണ്, ഇന്ന് പ്രത്യേകമായ നോമ്പ് എന്താണ്? ഖാലു, അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സ്വാലിഹ്, ഇതൊരു പ്രത്യേക ദിവസമാണ്, ഇതൊരു നല്ലൊരു ദിവസമാണ്. അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ വാരിക്കോരിച്ചൊരിഞ്ഞൊരു ദിവസമാണ്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീൽ മിൻ അദുബിഹിം, ഈ ദിവസം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ബനി ഇസ്രായേൽ അനുയായികളെയും രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ഫിർഔന്റെ അനുയായികളെയും ചെങ്കടലിൽ മുക്കി നശിപ്പിച്ച ദിവസമാണ്. മൂസാ നബിയെ രക്ഷപ്പെടുത്തുകയും ഫസ്വാമഹു മൂസ, ഈ ദിവസം മൂസാ നബി അലൈഹി സ്വലാം അതിന് ശുക്ർ എന്ന നിലക്ക് നോമ്പനുഷ്ഠിക്കുകയും ചെയ്ത ദിവസമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നതെന്ന് ജൂതന്മാർ മറുപടി പറഞ്ഞപ്പോൾ ഖാല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഅന അഹഖു ബിമൂസാ മിൻകും, ഞാനാണ് നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് ഏറ്റവും ബന്ധപ്പെട്ടത്. മൂസാ നബി എന്റെ സഹോദരനാണ്, ഞാനാണ് ഏറ്റവും ബന്ധപ്പെട്ടത്. ഫസ്വാമഹു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറായിന് നോമ്പനുഷ്ഠിക്കുകയും വഅമറ ബിസ്വിയാമിഹി, അനുയായികളോട് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അതാണ് മുഹറം 10. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നോമ്പനുഷ്ഠിച്ച് സ്വഹാബത്തിനോട് കൽപ്പിച്ച ദിവസമാണ്. ഈ ദിവസം ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു വർഷിക്കുന്ന ദിവസമാണ്. ഈ ദിവസം നമ്മൾ നോമ്പനുഷ്ഠിക്കുകയും സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യണം. ഇന്നത്തെ നോമ്പിനെ കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സിയാമു യൗമി ആശൂറാ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലതി ഖബലഹ, ഒരു വർഷത്തെ പാപം പൊറുപ്പിച്ചു കളയുന്ന നോമ്പാണ് ഇന്നത്തെ നോമ്പ്, ആശൂറായിന്റെ നോമ്പ്. ഒരു വർഷത്തെ പാപം അല്ലാഹു പൊറുപ്പിച്ചു കളയും. അത്രയും മഹത്വമുള്ള ദിവസമാണ് മുഹറം 10. നോമ്പനുഷ്ഠിക്കുക, മറ്റു അമലുകളെ കൊണ്ട് ധന്യമാക്കുക, അതുപോലെ തന്നെ കുടുംബത്തെ സന്തോഷിപ്പിക്കുക. ഇന്നത്തെ ദിവസം കുടുംബത്തിന് വിശാലത ചെയ്യണം. അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വർഷം മുഴുവനും വലിയ വിശാലത ലഭിക്കുമെന്നാണ് ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അൽഖമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, മൻ വസ്സ അലാ യാലിഹി യൗമ ആശൂറാ ലം യസൽ ഫീ സഅത്തിൻ സായിറ സനതിഹി, ആരെങ്കിലും ആശൂറാ ദിവസം കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുത്താൽ ആ വർഷം മുഴുവനും അവൻ വലിയ വിശാലത ലഭിക്കും, വലിയ ബറക്കത്ത് ലഭിക്കുമെന്ന് ഹദീസിൽ കാണാം. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉസ്താദായ ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജറബ്നാഹു മുൻദു 50 ഔ 60 സന ഫമാ റഅയ്നാ ഇല്ലാ ഖൈറ. ലത്വൈഫിൽ കാണാം, ഞങ്ങളിത് പരിശോധിച്ചിട്ടുണ്ട് 50 വർഷക്കാലം അല്ല 60 വർഷക്കാലം തന്നെ ഞങ്ങളിത് പരിശോധിച്ചിട്ട് നേരിട്ട് അനുഭവിച്ചവരാണ് ഞങ്ങൾ. വല്ലാത്ത ഖൈറാണ് ഞങ്ങൾക്ക് ആ വർഷങ്ങൾ ലഭിക്കാറുള്ളത്. കുടുംബത്തിൽ വിശാലത ചെയ്താൽ വലിയ ബറക്കത്ത് ലഭിക്കുമെന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ വലിയ മഹത്വമുള്ള ദിനങ്ങളാണ്, രാവുകളാണ് മുന്നിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ വേണ്ടതുപോലെ സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കണം. സ്വതക്കകളും അതുപോലെ മറ്റു സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഈ നിമിഷങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു അനുഗ്രഹങ്ങൾ ചൊരിയുന്ന സമയമാണ്, നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസം കൊണ്ടും രാവുകളെ കൊണ്ടൊക്കെ വിജയിച്ചവരിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം.